ഹലോ എവരിവൺ, ഈ ഒരു വീഡിയോയിൽ നമ്മളൊരു പുതിയ കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. അതായത് റീസെൻ്റ്ലി ലോഞ്ച് ചെയ്ത ജിയോ ബ്ലാക്ക് റോക്ക് ഫ്ലെക്സി ക്യാപ് മ്യൂച്വൽ ഫണ്ട്, അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മുടെ ഒരു അനാലിസിസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫണ്ടിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കാണാം. ഇനി മനസ്സിലാക്കേണ്ടത്, ഈ ഒരു വീഡിയോ ഒരു സ്പോൺസേർഡ് വീഡിയോ അല്ല. ജിയോക്കാർ എനിക്ക് പൈസ തന്നിട്ടൊന്നുമില്ല. ഈ ഒരു ഫണ്ടിൻ്റെ സ്ട്രാറ്റജിയും കാര്യങ്ങളും ഒരു യൂണീക്ക് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് തരാനാണ് ഈ ഒരു വീഡിയോൻ്റെ ഉദ്ദേശം. നിങ്ങൾ ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സ്വന്തമായ റിസർച്ചും കൂടെ ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിൽ കിടക്കാം. അപ്പോൾ ഇത് ജിയോയും ബ്ലാക്ക് റോക്കും കൂടെ ചേർന്ന് ഉണ്ടാക്കിയ ഒരു ജോയിന്റ് വെഞ്ചർ. ആ ജോയിന്റ് വെഞ്ചറിന്റെ ഫസ്റ്റ് ആക്റ്റീവ്ലി മാനേജ് മ്യൂച്വൽ ഫണ്ടാണ്. അപ്പോൾ ഇതുവരെ അവർ ഓൾറെഡി പാസീവ് മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റി 50, അതുപോലെ നിഫ്റ്റി നെക്സ്റ്റ് 50 പോലത്തെ പാസീവ് ഫണ്ട്സ് ഒക്കെ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആക്റ്റീവ്ലി ചെയ്യുന്ന, അതായത് മാനേജർ ആക്റ്റീവ്ലി സ്റ്റോക്ക് പിക്ക് ചെയ്യുന്ന ഫസ്റ്റ് മ്യൂച്വൽ ഫണ്ടാണ് ഇന്ത്യയിൽ ജിയോ ബ്ലാക്ക് റോക്ക് ഫ്ലെക്സി ക്യാപ് ഫണ്ട്. അപ്പോൾ ഫ്ലെക്സി ക്യാപ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ അവർക്ക് ലാർജ് ക്യാപ് സ്റ്റോക്സിലും മിഡ് ക്യാപ് സ്റ്റോക്സിലും സ്മോൾ ക്യാപ് സ്റ്റോക്സിലും ഏതിൽ വേണം ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ കൂടുതലും ഇങ്ങനത്തെ ഫണ്ട്സ് ലാർജ് ക്യാപ് സ്റ്റോക്സിനാണ് വെയിറ്റേജ് കൊടുക്കുക. കറന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് NFO സ്റ്റേജിലാണത്, ന്യൂ ഫണ്ട് ഓഫർ എന്ന് പറഞ്ഞ സ്റ്റേജിലാണ്. അപ്പോൾ ഏതൊരു മ്യൂച്വൽ ഫണ്ട് ഫസ്റ്റ് റോൾ ഔട്ടിംഗ് സമയത്ത് അവർ NFO എന്ന് പറഞ്ഞിട്ടാണ് റോൾ ഔട്ട് ചെയ്യുക. അപ്പോൾ ഈ NFO പീരീഡ് നമ്മൾ നോക്കിയാൽ 23 സെപ്റ്റംബർ മുതൽ 7th ഒക്ടോബർ വരെയാണുള്ളത്. അപ്പോൾ ഈ 7th ഒക്ടോബറിന് മുൻപേ നിങ്ങൾക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് ഉടനെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നീട് അവർ പ്രോപ്പറായിട്ട് റോൾ ഔട്ട് ചെയ്യും. അതായത് 1-2 ആഴ്ച കഴിയുമ്പോൾ, അതായത് ഒക്ടോബർ ഓൾമോസ്റ്റ് ഒരു 15 ആകുമ്പോഴത്തേക്കും അത് വീണ്ടും നിങ്ങളുടെ ആപ്പിൽ നമുക്ക് കാണാൻ പറ്റും. ആ സമയത്ത് നിങ്ങൾക്ക് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ അതിലേക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്തിനാ NFO ആദ്യം തന്നെ അങ്ങോട്ട് തുടങ്ങിയാൽ പോരെ? അപ്പോൾ അതിന് പല പല റീസൺസ് ഉണ്ട്. ഒന്ന് റെഗുലേറ്ററി റീസൺ ഉണ്ട്. മറ്റൊരു റീസൺ, ഇവർക്കൊരു മിനിമം എമൗണ്ട് ഒക്കെ കിട്ടിയാലേ ഇവർ ആക്ച്വലി മ്യൂച്വൽ ഫണ്ട് ആയിട്ട് റോൾ ഔട്ട് ചെയ്യുള്ളൂ. ഓബ്വിയസ്ലി ജിയോൻ്റെ കാര്യത്തിലാണ് മിനിമം എമൗണ്ട് ഒക്കെ കിട്ടും. അപ്പോൾ പിന്നെ അതിൽ വലിയ മാറ്റർ ചെയ്യുന്നില്ല. അപ്പോൾ ഈ NFO സ്റ്റേജിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഒക്ടോബർ 15 കഴിഞ്ഞിട്ട് അപ്പോഴും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. NFO സ്റ്റേജിൽ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഒരു അഡ്വാൻറ്റേജും ഇല്ല. ചിലർ വിചാരിക്കും ഒരു ഫേസ് വാല്യൂ 10 രൂപയ്ക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുക, അപ്പോൾ എന്തോ അഡ്വാൻറ്റേജ് കിട്ടുമെന്ന് വിചാരിക്കരുത്. അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജും ഇല്ല. ഒരു ലാഭവും നിങ്ങൾക്ക് ഉണ്ടാകുമോ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ ഫണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്, ഈ ഒരു ഫണ്ട് ഫോളോ ചെയ്യുന്നത് സിസ്റ്റമാറ്റിക് ആക്റ്റീവ് ഇക്വിറ്റി SI എന്ന് പറഞ്ഞ അപ്രോച്ചാണ്. അതായത് ആക്റ്റീവ് അപ്രോച്ചാണ്. അവർ സ്റ്റോക്സ് പിക്ക് ചെയ്യും, പക്ഷേ സിസ്റ്റമാറ്റിക് ആണെന്ന് പറയുന്നത്. അതായത് ഒരു ഫണ്ട് മാനേജർ തോന്നിയ പോലെ അങ്ങോട്ട് തീരുമാനിക്കല്ല. അതായത് അയാളുടെ സബ്ജക്റ്റീവായൊരു തീരുമാനമായിരിക്കില്ല. അതിനൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം പ്രകാരമായിരിക്കും ചെയ്യാൻ പോകുന്നത്. ഇനി ഈ സിസ്റ്റം എന്താണെന്നുള്ള കാര്യമാണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. നമുക്ക് നോക്കാം. അപ്പോൾ ഇവർ പറയുന്ന പ്രകാരം ഈ സിസ്റ്റത്തിൽ 2 കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്ന് മെഷീൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതായത് ഇവർ AI വെച്ചിട്ട്, അതുപോലെ ഓൾട്ടർനേറ്റ് ഡേറ്റ വെച്ചിട്ട്, അങ്ങനെ കുറേ ഡേറ്റ വെച്ചിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്, കുറേ കാര്യങ്ങൾ അവർ അനലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെയല്ല, ഡേറ്റയെ പറയുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ഈ ഫണ്ട് മാനേജറുടെ രീതിയിലുള്ള ഫണ്ടമെന്റൽ റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, അതായത് ഒരു കമ്പനി അത്യാവശ്യം നല്ല കമ്പനിയാണോ, അതിന് കോർപ്പറേറ്റ് ഗവർണൻസ് നല്ലതാണോ, അതിൽ ഭയങ്കര റിസ്ക്കുകൾ എന്തെങ്കിലും ഉണ്ടോ, അതിൽ സ്കാം നടക്കാനുള്ള ചാൻസ് ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ ഒരു ഹ്യൂമൻ, ഒരു ഫണ്ട് മാനേജറും കൂടെ ചെയ്ത് ഈ 2 ഇൻഫോർമേഷനും കൂടെ ഒരുമിച്ചിട്ടായിരിക്കും ഇവരെന്ത് ചെയ്യാൻ പോകുന്നത്, ഈ സ്റ്റോക്സ് എടുക്കണോ അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് അവരുടെ പോർട്ട്ഫോളിയോ വെക്കണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കാൻ പോകുന്നത്. ഇനി ഈ ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇതുവരെ കാണാത്ത അപ്രോച്ച് ഒന്നുമല്ല. മിക്ക മ്യൂച്വൽ ഫണ്ട് മാനേജേഴ്സും ഒരിക്കലും എന്ത് ചെയ്യില്ല, അവർക്ക് ഇഷ്ടമുള്ള സ്റ്റോക്സ് പോയി വാങ്ങല്ല ചെയ്യുക. അവരും ഡേറ്റയും കാര്യങ്ങളൊക്കെ നോക്കും. പക്ഷേ ഇവർ പറയുന്നത്, ഇവരുടെ ഈ ഒരു ഫണ്ട്, ഈ ജിയോ ഫ്ലെക്സി ക്യാപ് ഫണ്ടിൽ ഇവർ 400+ സിഗ്നൽസ്, അതായത് 400+ ഡേറ്റ പോയിന്റ്സ് അവർ കളക്ട് ചെയ്ത് അത് AI-ക്ക് വെച്ച് അനലൈസ് ചെയ്ത്, അങ്ങനെ കുറേ ടൂൾസ്, സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കുറേ ടൂൾസ് ഉണ്ട്. ഏതാണെന്ന് നമുക്കറിയില്ല, അവർ പറഞ്ഞിട്ടൊന്നുമില്ല. അതൊക്കെ വെച്ച് അനലൈസ് ചെയ്തിട്ട് അങ്ങനെ ഭയങ്കര സൊഫിസ്റ്റിക്കേറ്റഡ് ആയ ഒരു സിസ്റ്റമാണ്, അല്ലാണ്ട് തട്ടിക്കൂട്ട് സിസ്റ്റം അല്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതും പിന്നെ ഈ ഹ്യൂമൻ ഇന്റർവെൻഷനും കൂടി ചേർന്നിട്ടാണ് ഇവരുടെ ഈ സിസ്റ്റമാറ്റിക് ആക്റ്റീവ് ഇക്വിറ്റി അപ്രോച്ച് നടക്കുന്നത്. അപ്പോൾ ഇത് ഏതാണ്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ള കാര്യം അവരുടെ തന്നെ പ്രസന്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. അവർ പറയുന്ന ട്രഡീഷണൽ ഡേറ്റ, സാധാരണ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുക എങ്ങനെയാണ്, അവർ ഫിനാൻഷ്യൽ സർവീസ് അഥവാ ബ്രോക്കറേജ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ സ്റ്റഡി ചെയ്യും. പിന്നെ ക്വാർട്ടർലി റിപ്പോർട്ട്സ്, ഓരോ കമ്പനി ക്വാർട്ടർലി അവർ പ്രോഫിറ്റ് ആൻഡ് ലോസ് പബ്ലിഷ് ചെയ്യുമ്പോൾ അത് സ്റ്റഡി ചെയ്യും. പിന്നെ ഏർണിംഗ്സ് കോൾ, ഓരോ ക്വാർട്ടറിലും മിക്ക കമ്പനീസും അവരുടേതായ ഒരു ഏർണിംഗ്സ് കോൾ, ഒരു കോൺഫറൻസ് നടത്താറുണ്ട്. അപ്പോൾ അതിൽ ഫണ്ട് മാനേജേഴ്സും ഈ ബ്രോക്കേഴ്സും ഒക്കെ ആ ഒരു കമ്പനിയുടെ മാനേജ്മെന്റിനോട് കുറേ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ അവർ ആ ചോദ്യങ്ങളുടെ റെസ്പോൺസ് ആയിട്ടുള്ള കുറേ ഉത്തരങ്ങൾ തരും. കമ്പനി എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത്, അതൊക്കെയാണ് ഏർണിംഗ്സ് കോൾ ഉള്ളത്. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പൊതുവേ ഫണ്ട് മാനേജേഴ്സും അതുപോലെ മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാറ്. ഇവർ പറയുന്നത് ഇവർക്ക് ഓൾട്ടർനേറ്റീവ് ഡേറ്റയും കൂടി ഉണ്ടെന്ന് പറയുന്നത്. അതായത് ഒരു ഷാമ്പൂ പ്രൊഡക്റ്റ് ആയിട്ട് വിൽക്കുന്ന ഒരു കമ്പനി ഉണ്ടെങ്കിൽ ആ ഷാമ്പൂവിന്റെ ബ്ലോഗ്സിലുള്ള റിവ്യൂസ് എന്താണെന്നുള്ള കാര്യം ഇവർ കളക്ട് ചെയ്യും. ഒരു IT കമ്പനി ഉണ്ടെങ്കിൽ ആ IT കമ്പനിയുടെ ജോബ് പോസ്റ്റ്, അതായത് ആ കമ്പനി കൂടുതൽ ജോബ്സിന് വേണ്ടിയിട്ട് ആഡ് കൊടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അത് അവർ സ്റ്റഡി ചെയ്യും. ഒരു ഫോൺ വെക്കുന്ന കമ്പനി ആണെങ്കിൽ ആ ഒരു കമ്പനിയുടെ ആമസോണിലെയും ഫ്ലിപ്കാർട്ടിലേക്ക് സെയിൽസ്, ആ കൊമേഴ്സ് ഡേറ്റ, ആ ഒരു സെയിൽസ് എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം അവർ സ്റ്റഡി ചെയ്യും. മാത്രമല്ല ഈ ഷോപ്പിംഗ് സെന്റേഴ്സും സൂപ്പർ മാർക്കറ്റും മോൾസ് ഒക്കെ ഓൺ ചെയ്യുന്ന സ്റ്റോക്സ് ഒക്കെ ആണെങ്കിൽ അങ്ങനത്തെ കമ്പനീസിന്റെ ഒക്കെ സാറ്റലൈറ്റ് ഡേറ്റ അവർ സ്റ്റഡി ചെയ്യുന്ന പറയുന്നത്. അതേ സാറ്റലൈറ്റ് ഡേറ്റ സ്റ്റഡി ചെയ്തിട്ട് പാർക്കിംഗ് കൂടുന്നുണ്ടോ, പാർക്കിംഗ് കൂടുന്നുണ്ട്, ഒബ്വിയസ്ലി സെയിൽസ് കൂടുന്നുണ്ട്. മാത്രമല്ല സോഷ്യൽ മീഡിയ കണ്ടന്റ്, അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു ബ്രാൻഡിനോടുള്ള, ഒരു
ഒരു പ്രത്യേക ബ്രാൻഡിനോടുള്ള അക്സെപ്റ്റൻസ് എന്താണ്, അതിൻ്റെ കംപ്ലയിൻസ് എന്താണെന്നുള്ള ആരും. അപ്പോൾ ഇങ്ങനത്തെ പല കാര്യങ്ങളിലാണ് അവർ ഓൾട്ടർനേറ്റീവ് ഡേറ്റ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഡേറ്റയൊക്കെ നോക്കിയിട്ടും കൂടി ആയിരിക്കും അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ട്രഡീഷണൽ ഡേറ്റയും പിന്നെ ഈ ഓൾട്ടർനേറ്റ് ഡേറ്റയും കൂടി കമ്പൈൻ ചെയ്ത് അങ്ങനെ 400 സിഗ്നൽ വെച്ചിട്ടാണ് ഇവർ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തീരുമാനിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓബ്വിയസ് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രഡീഷണൽ ഡേറ്റയിൽ ട്രഡീഷണൽ കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കും. ഓൾട്ടർനേറ്റീവ് ഡേറ്റ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി നേരത്തെ കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാം. ഫോർ എക്സാമ്പിൾ ഈ സാറ്റലൈറ്റ് ഡേറ്റ നോക്കിയിട്ട് കൂടുതൽ സെയിൽസ് ഇനി വരാൻ ചാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ കാറുകളുടെ കൂടുതൽ പാർക്കിംഗ് കൂടി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി സെയിൽസ് അടുത്ത ക്വാർട്ടറിൽ നേരത്തെ തന്നെ ഇവർക്ക് മനസ്സിലാവും സെയിൽസ് കൂടാൻ ചാൻസ് ഉണ്ടോ. ഈ കോമേഴ്സ് ഡേറ്റയിൽ അതായത് ആമസോൺ ഫ്ലിപ്കാർട്ടിൽ ഒരു പ്രോഡക്റ്റ് ഭയങ്കരമായിട്ട് വിറ്റ് പോകുകയാണെങ്കിൽ മേ ബി ആ ഒരു കമ്പനി അടുത്ത ക്വാർട്ടറിൽ ഭയങ്കര പ്രോഫിറ്റ് ആയിരിക്കും റിപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരത്തെ കുറച്ച് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും. ജോബ് പോസ്റ്റിങ്ങിൻ്റെ കാര്യത്തിലും അതായത് ഒരു കമ്പനി ഇപ്പോൾ കുറേ ജോബ്സ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ കമ്പനിനെ എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്ന കാര്യം. അപ്പോൾ ഈ കാര്യം ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരത്തെ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഒബ്വിയസ്ലി ഈ പറയുന്ന അത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ലാതെ, പക്ഷേ തിയററ്റിക്കലി ഇതാണ് ഇവരുടെ അപ്രോച്ച്. ഹലോ എവരിവൺ, അപ്പോൾ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. എന്നാൽ എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട് പിക്ക് ചെയ്യേണ്ടത്, ഏത് ഫണ്ട്സാണ് നിങ്ങൾക്ക് ഏറ്റവും നന്നാവുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ ഈ കാര്യം വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കോഴ്സിൻ്റെ പേര് മ്യൂച്വൽ ഫണ്ട് മെയ്ഡ് ഈസി എന്നാണ്. ഈ ഒരു കോഴ്സിൽ ഏറ്റവും ബിഗിനർ ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്നും എങ്ങനെയാണ് നല്ലൊരു മ്യൂച്വൽ ഫണ്ട് പിക്ക് ചെയ്യേണ്ടതെന്നും മാത്രമല്ല ഈ മ്യൂച്വൽ ഫണ്ട്സ് ലോങ് ടേമിൽ നിങ്ങൾക്ക് വെൽത്ത് ഉണ്ടാക്കാൻ വേണ്ടി എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഈ ഒരു കോഴ്സിലൂടെ മ്യൂച്വൽ ഫണ്ട്സ് ശരിക്കും മനസ്സിലാക്കുകയും അതുവഴി അതിന്റെ മാക്സിമം ബെനിഫിറ്റ് നിങ്ങൾക്ക് ലൈഫിൽ കിട്ടണമെങ്കിൽ തീർച്ചയായും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ ജിയോയ്ക്ക് വേറൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ബ്ലാക്ക് റോക്ക് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണലി ഗ്ലോബൽ ഇൻവെസ്റ്റിംഗിൽ വലിയൊരു പ്ലെയർ ആണ്. അവർ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അലാദീൻ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം. അപ്പോൾ ഈ അലാദീൻ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഭയങ്കര ഫേമസ് ആണ് ഇന്ത്യയിൽ. ഇപ്പോൾ അലാദീൻ ഉപയോഗിച്ച് അത് നടക്കുന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഈ അലാദീൻ എന്ന് പറഞ്ഞ സാധനം ഈ ജിയോ ഫ്ലെക്സി ക്യാപ് ബ്ലാക്ക് റോക്ക് ഫണ്ടിന് അവൈലബിൾ ആണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഈ അലാദീൻ എന്ന് പറഞ്ഞാൽ എന്തോ മാജിക് സാധനമൊന്നുമല്ല. അതായത് ഈ അലാദീനിലേക്ക് പിടിച്ചിട്ട് ഈ സാധനങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അലാദീൻ അതിൽ ഏറ്റവും ബെസ്റ്റ് സാധനം കണ്ടുപിടിക്കുന്നോ അല്ലെങ്കിൽ റിട്ടേൺസ് ഉണ്ടാക്കാനുള്ള ഐഡിയ പറഞ്ഞുതരും, ആ പരിപാടിയൊന്നുമല്ല. അലാദീൻ എന്ന് പറഞ്ഞ ഒരു ഇന്റേണൽ ടൂളാണ്. അതായത് ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്സ് ഒക്കെ അതിൻ്റെ റിസ്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടും ആ ഓരോ സ്റ്റോക്സിനും എത്ര വെയിറ്റേജ് കൊടുക്കണം, അത് വെയിറ്റേജ് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് റിസ്ക് മാനേജ് ചെയ്യപ്പെടുക, മാത്രമല്ല ഓരോ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ കോസ്റ്റ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു 1000 കോടിയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആ 1000 കോടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് കൂടും. ഇപ്പോൾ കറന്റ് 40 റുപ്പീസാണ് പെർ സ്റ്റോക്കിൽ. നിങ്ങൾ 1000 കോടി രൂപ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ 1000 കോടിയുടെ ഡിമാൻഡ് തന്നെ ആ ഒരു സ്റ്റോക്കിനെ 40 റുപ്പീസിന് ചിലപ്പോൾ 45 റുപ്പീസിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ അതൊരു പ്രശ്നമാണ്. ഇതിനെ നമ്മൾ ഇൻവെസ്റ്റിംഗിൽ ഇമ്പാക്ട് കോസ്റ്റ് എന്നാണ് വിളിക്കുക. അപ്പോൾ ഇമ്പാക്ട് കോസ്റ്റ് എങ്ങനെ നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു പ്രോപ്പറായിട്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അലാദീൻ. ഇവിടെ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ അലാദീൻ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഇവർ മാത്രമല്ല യൂസ് ചെയ്യുന്നത്. ബ്ലാക്ക് റോക്ക് ആക്ച്വലി അത് പല ഇതുപോലത്തെ മ്യൂച്വൽ ഫണ്ട്സിനും ഗ്ലോബലി മ്യൂച്വൽ ഫണ്ട്സിനൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പലരും ഉപയോഗിക്കാറുണ്ട്. ഇന്ത്യയിൽ തന്നെ വേറെ മ്യൂച്വൽ ഫണ്ട്സ് ഉപയോഗിക്കുന്നുണ്ടെന്ന് ആരാണ് പറഞ്ഞത്, പക്ഷേ എനിക്കത് വെരിഫൈ ചെയ്യാൻ പറ്റില്ല. എങ്കിലും ഈ അലാദീൻ എന്ന് പറഞ്ഞ ഈ ഒരു ടൂളിൻ്റെ അഡ്വാൻറ്റേജ് ഇവർക്കുണ്ട്. പക്ഷേ അത് റിട്ടേൺസ് കൂടുതൽ ഉണ്ടാക്കാനായിരിക്കില്ല, റിസ്ക് കുറയ്ക്കാനും അതുപോലെ കോസ്റ്റ് കുറയ്ക്കാനും വേണ്ടിയിട്ടായിരിക്കും ഇവരത് കൂടുതൽ ഉപയോഗിക്കാൻ പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ്സ് എന്താണെന്നുള്ള കാര്യം ഇവർ തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് 1000 സ്റ്റോക്സ് ആയിരിക്കും ഇവരുടെ യൂണിവേഴ്സിലുള്ളത്. അപ്പോൾ അത് 1000 സ്റ്റോക്സിനാണ് ഇവർ നോക്കാൻ പോകുന്നത്. അതിന് ഇവരെന്ത് ചെയ്യും, 750 സ്റ്റോക്സിലേക്ക് കുറയ്ക്കും. അത് 1000 സ്റ്റോക്സിൽ ചില സ്റ്റോക്സ് ഒന്നും വാങ്ങാനും വിൽക്കാനും പോലും പറ്റുണ്ടാവില്ല, അത്രയും പോലെ ലിക്വിഡിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ലിക്വിഡിറ്റി ഒക്കെ ഉള്ള ഈസി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു 750 സ്റ്റോക്സ് അവർ സെലക്ട് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം അവർ നിഫ്റ്റി 500 എന്ന് പറഞ്ഞ ഇൻഡെക്സിൻ്റെ അവരുടെ ആ ഒരു വെയിറ്റേജിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഒന്നും കൂടി ഇതിനെ ഫിൽട്ടർ ഔട്ട് ചെയ്തെടുക്കും. പിന്നെ നമ്മൾ നേരത്തെ കണ്ട പോലെ ആ SI സിഗ്നൽസ് 400 സിഗ്നൽ ഓരോ കമ്പനിക്കും ഉണ്ടാവുന്നതായിരിക്കും. അങ്ങനെയാണ് അവർ പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെന്ത് ചെയ്യും, ഒരു റാങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കും. ഓരോ കമ്പനിക്ക് ഒരു സ്കോർ കൊടുക്കുന്നതാണ്. ഇവിടെ പറഞ്ഞിട്ടില്ല, പക്ഷേ അവരുടെ ഫണ്ട് മാനേജറിൻ്റെ ഇൻ്റർവ്യൂ ഞാൻ കണ്ടിരുന്നു, അതിൽ പറയുന്നത്. അങ്ങനെ സ്കോർ ഓരോ സ്റ്റോക്സിനും കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ബെസ്റ്റ് സ്കോറുള്ള സ്റ്റോക്സിനെ കൊണ്ട് നേരെ ഇൻവെസ്റ്റ് ചെയ്യില്ല. അതിലൊരു ഫണ്ട് മാനേജർ ഉണ്ടാവില്ല. ആ ഫണ്ട് മാനേജർ ഒന്നും കൂടി നോക്കും ഈ കമ്പനീസൊക്കെ. എന്നിട്ട് ആ ഒരു ഫണ്ട് മാനേജർ അവരുടെ ഒരു ക്വാളിറ്റേറ്റീവ് ഒരു സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫിൽറ്ററും കൂടി വെക്കും. അവർ നോക്കും ഈ ഒരു കമ്പനിയുടെ കോർപ്പറേറ്റ് ഗവർണൻസ് നല്ലതാണോ, അത് ഇതിനു മുമ്പ് എന്തെങ്കിലും സ്കാമിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ഫ്രോഡിലോ പെട്ടിട്ടുണ്ടോ, അതിൻ്റെ മാനേജ്മെൻറ്റ് ആക്ച്വലി നല്ല ക്വാളിറ്റി മാനേജ്മെൻ്റ് ആണോ, അവരുടെ തന്നെ സ്റ്റോക്സ് കുറേ വിൽക്കാറുണ്ടോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതും കൂടി നോക്കിയിട്ട് അവരതിൽ നിന്ന് ഒരു സെറ്റ് ഓഫ് സ്റ്റോക്സ് പിക്കാണ് ചെയ്യുക. അപ്പോൾ ആ ഫൈനൽ സ്റ്റോക്സ് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അലാദീൻ വരുന്നതായിരിക്കും. അലാദീൻ വന്നിട്ട് പറയും ഓക്കെ ഈ ഒരു ഓരോരോ സ്റ്റോക്കിൽ എത്രയാണ് വെയിറ്റേജ് കൊടുക്കേണ്ടത്, അത് റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അത് മൊത്തം പോർട്ട്ഫോളിയോ ഏത് രീതിയിൽ ഉണ്ടാക്കിയാലാണ് റിസ്ക് കുറവാവുക, മാത്രമല്ല ട്രാൻസാക്ഷൻ കോസ്റ്റ് കുറവാകുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ സ്റ്റോക്ക് വാങ്ങാൻ വേണ്ടി ട്രാൻസാക്ഷൻ കോസ്റ്റ് ഉണ്ടാവുന്നതായിരിക്കും, ഇമ്പാക്ട് കോസ്റ്റ് ഉണ്ടാവുന്നതായിരിക്കും. നമ്മൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റോക്കിൻ്റെ പ്രൈസ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എത്രത്തോളം മിനിമൈസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം അലാദീൻ നോക്കും. എന്നിട്ട് ഇതും കൂടി നോക്കിയിട്ടായിരിക്കും അവരുടെ ഫൈനൽ പോർട്ട്ഫോളിയോ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതാണ് അവരുടെ സ്ട്രാറ്റജി. ഇനി ഈ ഒരു ഫണ്ടിൽ എന്തിന് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ള കാര്യം ഇവർ തന്നെ 3 റീസൺസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് റീസൺ, ഇത് ബെഞ്ച് അവെയർ സ്ട്രാറ്റജിയാണ്. അതായത് ഇവരുടെ ബെഞ്ച് മാർക്ക് എല്ലാ മ്യൂച്വൽ ഫണ്ടിനും ഒരു കമ്പാരിസൺ ചെയ്യാൻ വേണ്ടി ഒരു ബെഞ്ച് മാർക്ക് ഉണ്ടാവും. മിക്ക സമയത്ത് ഒരു ഇൻഡെക്സ് ആയിരിക്കും. അപ്പോൾ ഇവരുടെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് നിഫ്റ്റി 500 ആണ്. അപ്പോൾ നിഫ്റ്റി 500 വെച്ചിട്ടാണ് ഇവർ കമ്പയർ ചെയ്യാൻ പോകുന്നത് ഇവരുടെ പെർഫോമൻസ്. അപ്പോൾ നിഫ്റ്റി 500 ആണ് ഇവരുടെ ബെഞ്ച് മാർക്ക്. അതിൻ്റെ അർത്ഥം നിഫ്റ്റി 500 വെച്ചിട്ടാണ് ഇവരുടെ പെർഫോമൻസ് കമ്പയർ ചെയ്യാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ
എക്സാമ്പിൾ അടുത്ത ഒരു 3 വർഷത്തിൽ നിഫ്റ്റി 500 10% ആണ് റിട്ടേൺസ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇവർ 12% ഉണ്ടാക്കിയാൽ ഇവർ സക്സസ്ഫുൾ ആണെന്ന് ഇവർ തന്നെ തീരുമാനിക്കും, ഇവർ തന്നെ പ്രഖ്യാപിച്ചോളൂ. അവർ മാത്രമല്ല നമുക്കും പ്രഖ്യാപിക്കാവുന്നതാണ്. നിങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരാണെങ്കിൽ നിഫ്റ്റി 500 10%, ഇത് 12% ആണെങ്കിൽ നിങ്ങൾ ആക്ച്വലി ഇൻഡെക്സിനെ ബീറ്റ് ചെയ്തു, നിങ്ങൾ അത്യാവശ്യം നല്ല റിട്ടേൺസ് ഉണ്ടാക്കിയിട്ടുണ്ട്. നേരെ മറിച്ച് നിഫ്റ്റി 500 അടുത്ത 3 വർഷം 10%, ഇവർ 8% ഉണ്ടാക്കിയെങ്കിൽ അത് ഈ ഒരു ഫണ്ട് ഒരു ഫെയിലിയർ ആണ്. കാരണം ഈ ഒരു ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ ഉണ്ട്, എത്രയാണെന്നുള്ള കാര്യം നമ്മൾ കുറച്ച് നോക്കുന്നതായിരിക്കും. അതിനേക്കാളും കുറവായിരിക്കും എപ്പോഴും ഇൻഡെക്സിന്. അപ്പോൾ കുറവ് എക്സ്പെൻസിൽ നിങ്ങൾ കൂടുതൽ റിട്ടേൺസ് ഉണ്ടാക്കിയാൽ ഈ ഒരു ഫണ്ട് ഒരു ഫെയിലിയർ അല്ലേ. അപ്പോൾ ആ ഒരു ബെഞ്ച് മാർക്ക് നിഫ്റ്റി 500 ആയിരിക്കും. പക്ഷേ ഇവർ പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഉണ്ട്, ഇതൊരു ബെഞ്ച് അവെയർ സ്ട്രാറ്റജിയാണെന്ന് പറയുന്നത്. അതായത് ഈ ബെഞ്ച് മാർക്കിൻ്റെ ഓൾമോസ്റ്റ് അതുപോലെയൊക്കെ ആയിരിക്കും ഇവർ പോകാൻ പോകുന്നത്. അപ്പം ഈ ബെഞ്ച് മാർക്ക് നിഫ്റ്റി 500 ഓരോ സെക്ടേഴ്സിലും എത്രയാണ് വെയിറ്റേജ് ഏകദേശം അത്രയൊക്കെ നോക്കിയിട്ടായിരിക്കും ഇവർ പോകാൻ പോകുന്നത്. ഈ ബെഞ്ച് മാർക്കിനെ വെച്ച് ഭയങ്കര ഡിഫറൻ്റ് ആയിരിക്കില്ല എന്ന് പറയുന്നത്. അപ്പോൾ അതിന് അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബെഞ്ച് മാർക്കിന് ഓൾമോസ്റ്റ് അത്ര തന്നെ റിട്ടേൺസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഈ ബെഞ്ച് മാർക്കിനേക്കാളും ഭയങ്കര റിട്ടേൺസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. അപ്പോൾ ഇവർ തന്നെ ഇവിടെ ഇൻ്റർവ്യൂസിൽ പറയുന്നുണ്ട്, ബെഞ്ച് മാർക്ക് നെക്സ്റ്റ് ഒരു 3 ഇയേഴ്സിൽ 20% റിട്ടേൺസ് ഉണ്ടാക്കിയാൽ ഇവർ ചിലപ്പോൾ ഒരു 22 ചിലപ്പോൾ 23% റിട്ടേൺസ് ഉണ്ടാക്കും. ഒരിക്കലും ബെഞ്ച് മാർക്ക് 20% ഉണ്ടാക്കിയാൽ ഇവർ 30% റിട്ടേൺസ് ഉണ്ടാക്കുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. കാരണം ഇതൊരു ബെഞ്ച് അവെയർ ആണ്, ബെഞ്ച് അവെയർ സ്ട്രാറ്റജിയാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. അത് ബെഞ്ച് മാർക്കിൻ്റെ ഓൾമോസ്റ്റ് അതേ ഒരു രീതിയിലുള്ള സ്റ്റോക്സ് ആയിരിക്കും. അതിൽ തന്നെ ചെറിയ ഡിഫറൻസ് ഉണ്ടാക്കിയിട്ട് ഇവർ കൂടുതൽ റിട്ടേൺസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ശ്രമിക്കാൻ പോകുന്നത്. രണ്ടാമത്തെ തരം ഡേറ്റ ഡ്രിവൺ ആണ്, കുറേ ഡേറ്റയും കാര്യങ്ങളുണ്ട്, തോന്നിയ പോലെ അല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു അഡ്വാൻറ്റേജ് ആണ് അവർ പറയുന്നത്. മൂന്നാമത്തെ തരം ഡിവേഴ്സിഫൈഡ് ഹോൾഡിംഗ്സ് ആണ്. ഇതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് പോയിന്റിൽ തന്നെ ഉണ്ട്, ബെഞ്ച് മാർക്ക് ഓൾറെഡി ഡിവേഴ്സിഫൈഡ് ആയിരിക്കും മിക്ക സമയത്തും. ഏതാണ്ട് അതേ രീതിയിലുള്ള ഡിവേഴ്സിഫിക്കേഷൻ ആയിരിക്കും ഓരോ സെക്ടറിലും ഉണ്ടാവും. ഒരു സിംഗിൾ സെക്ടറിൽ ഇവർ ഓവർ കോൺസെൻട്രേഷൻ എടുക്കില്ല. ലാർജ് ക്യാപ്പിൽ മാത്രമല്ല, മിഡ് ക്യാപ്പിൽ മാത്രമല്ല, സ്മോൾ ക്യാപ്പിൽ മാത്രം, അങ്ങനെ മാർക്കറ്റ് ക്യാപ്സിൽ ഓവർ കോൺസെൻട്രേഷൻ എടുക്കില്ല. ബെഞ്ച് മാർക്ക് ഉള്ള പോലെ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റിയ ഒരു 60% ലാർജ് ക്യാപ്പ് സ്റ്റോക്സും മേ ബി ഒരു 30% മിഡ് ക്യാപ്പും ഒരു 10% സ്മോൾ ക്യാപ്പ് സ്റ്റോക്സും ആയിരിക്കും മിക്കവാറും ഇവരുടെ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാകാൻ പോകുന്നത്. ഇനി അടുത്ത ചോദ്യം, ഈ പറയുന്ന അഡ്വാൻറ്റേജ് ഒക്കെ ഇവർ പറയുന്നല്ലേ, ഇതൊക്കെ ആക്ച്വലി വർക്ക് ചെയ്യുമോ? അപ്പോൾ ഇത് വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവർ തന്നെ ഒരു ബാക്ക് ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. അതായത് ഇവരുടെ ഈ പറഞ്ഞ ഈ 400 സിഗ്നലിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ, സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് പിക്കൊക്കെ ചെയ്തിരുന്നെങ്കിൽ എത്ര റിട്ടേൺസ് ഉണ്ടാക്കിയെന്നുള്ളതിൻ്റെ ഒരു ബാക്ക് ടെസ്റ്റ് ഇവരെന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഗ്രാഫാണ് നിങ്ങളിവിടെ കാണുന്നത്. അപ്പോൾ ഇവരുടെ SIE മോഡലിൻ്റെ ബാക്ക് ടെസ്റ്റും കമ്പയർ ടു BSE 500 NSE 500 ഒരു കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലിയർലി ഇവിടെ 2015 മുതൽ ലാസ്റ്റ് 10 ഇയേഴ്സിൻ്റെ ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഇവരുടെ പോർട്ട്ഫോളിയോ ഈ ബാക്ക് ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ബെറ്റർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ മനസ്സിലാക്കുന്നത് ഇത് വെറും ബാക്ക് ടെസ്റ്റ് മാത്രമാണ്. അപ്പോൾ കഴിഞ്ഞ 10 വർഷത്തിൽ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇത്ര റിട്ടേൺസ് ഉണ്ടാക്കി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അടുത്ത 10 വർഷത്തിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നുള്ള കാര്യം ഒരിക്കലും പറയാൻ പറ്റില്ല. മാത്രമല്ല ഇവിടെ ഇവർ ഇതിൻ്റെ കോസ്റ്റും കാര്യങ്ങളും കൊടുത്തില്ല. കാരണം ഇത് ആക്ച്വലി ഒരു മ്യൂച്വൽ ഫണ്ട് നടക്കണമെങ്കിൽ ഇവിടെ ഒരു കോസ്റ്റ് ഉണ്ടാവും. ഈ ഒരു ഫണ്ടിന് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ എക്സ്പെൻസ് റേഷ്യോ 0.5% ആണ് വരുന്നത്. അപ്പോൾ ആ 0.5% ഇവർ കുറച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല. നല്ല നല്ല മ്യൂച്വൽ ഫണ്ട്സ് ആണെങ്കിൽ പൊതുവെ അത് കൊടുക്കും. കോട്ടക്കിൻ്റെ ഒക്കെ ആണെങ്കിൽ അവർ എത്രയാണ് എക്സ്പെൻസ് റേഷ്യോ കൺസിഡർ ചെയ്യുന്നതിനുള്ള ബാക്ക് ടെസ്റ്റിൽ അവർ കൊടുക്കാറുണ്ട്. ഇതിനങ്ങനെ കൊടുത്ത് കാണുന്നില്ല. അപ്പം അതും കൂടി ചേരുമ്പോൾ ഒബ്വിയസ്ലി എന്താണ് കുറച്ച് റിട്ടേൺസ് കുറയുന്നതായിരിക്കും. മാത്രമല്ല ഇവിടെ വേറെ ഇംപ്ലിമെൻറ്റേഷൻ കോസ്റ്റും കൂടി ഉണ്ട്. കാരണം ഒരു സ്റ്റോക്ക് നിങ്ങൾ വാങ്ങുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ മാർക്കറ്റ് ഇമ്പാക്ട് കോസ്റ്റ് ഉണ്ട്, STT എന്ന് പറഞ്ഞ വേറെ കോസ്റ്റ്, അങ്ങനെ കുറേ കോസ്റ്റുകളുണ്ട്. ആ കാര്യങ്ങളൊന്നും ഇവിടെ ചേർത്തിട്ടുണ്ടാവണമെന്നില്ല. അപ്പോൾ അതും കൂടി ചേർത്ത് വരുമ്പോൾ ഒബ്വിയസ്ലി റിട്ടേൺസ് ഇതിൻ്റെ താഴെ പോകുന്നല്ല പറയുന്നത്. പക്ഷേ ഇത്രത്തോളം ഡിഫറൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ എത്രയാണ് പെർസെൻറ്റേജ് എന്നുള്ള കാര്യമൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് 10 ഇയേഴ്സിൽ ഈ ഒരു സ്ട്രാറ്റജി 19% റിട്ടേൺസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതേസമയം ബെഞ്ച് മാർക്ക് 14% റിട്ടേൺസ് ഉണ്ടാക്കിയിട്ടുള്ളൂ. വീണ്ടും കോസ്റ്റും കാര്യങ്ങളും കുറച്ചിട്ടുള്ളൂ എന്നുള്ള കാര്യം നമുക്കറിയില്ല. അപ്പോൾ കോസ്റ്റും കൂടി കുറച്ച് കഴിഞ്ഞാൽ മേ ബി 19% ഒരു 18% ഒക്കെ ആവാനാണ് ചാൻസ് ഉള്ളത്. ലാസ്റ്റ് 5 ഇയേഴ്സിലും ലാസ്റ്റ് 3 ഇയേഴ്സിലൊക്കെ ബാക്ക് ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ നല്ല റിട്ടേൺസ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ വീണ്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവരും ഡിസ്ക്ലെയിമർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഇത് വെറും ബാക്ക് ടെസ്റ്റ് മാത്രമാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത 5 വർഷം അടുത്ത 10 വർഷം എന്ത് സംഭവിക്കുന്ന കാര്യം ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. മാത്രമല്ല ഇവിടെ ഒരു വേറെ വിഷയമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്ന പ്രകാരം ഇവർ ഡേറ്റ മാത്രമല്ല നോക്കുക, ഫണ്ട് മാനേജറും കൂടി തീരുമാനിക്കുന്നതാണ് പറയുന്നത്. പക്ഷേ ഈ ഫണ്ട് മാനേജർ തീരുമാനിക്കുന്ന ആ കാര്യങ്ങൾ ഇവർ ബാക്ക് ടെസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം 10 വർഷം ഫണ്ട് മാനേജർ എന്താ ചെയ്യുന്നവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ ആ ഒരു കാര്യം എങ്ങനെയാണ് കാര്യങ്ങളെ ഇനി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ മാറ്റം വരുത്താൻ പോകുന്ന കാര്യം നമുക്കറിയില്ല. ചിലപ്പം ഫണ്ട് മാനേജർ ഭയങ്കര അടിപൊളിയാണെങ്കിൽ അത് ഇതിനേക്കാളും റിട്ടേൺസ് ചിലപ്പോൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഫണ്ട് മാനേജർ അത്രത്തോളം പോരെങ്കിൽ അയാളുടെ ഡിസിഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിനേക്കാളും നല്ല കുറവുള്ള റിട്ടേൺസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഈ ഒരു ഫണ്ട് മാനേജ് ചെയ്യുന്ന ടീമിനെ പറ്റിയാണ്. അപ്പോൾ ഇവരുടെ MD ആൻഡ് CEO സിഡ് സ്വാമിനാഥൻ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഈ ഓവറോൾ ഗ്ലോബൽ ഇൻവെസ്റ്റിംഗിൽ തന്നെ ചീഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫീസറിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പക്ഷേ മനസ്സിലാക്കേണ്ടത് ഇവരൊക്കെ ഈ മൊത്തം കമ്പനി മാനേജ് ചെയ്യുന്ന ആൾക്കാരാണ്. ഈ ഒരു ഫണ്ട് മാനേജ് ചെയ്യുന്ന ഈ ആൾക്കാരാണ്. അപ്പോൾ ഈ ആൾക്കാരുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പോയി നോക്കാവുന്നതാണ്. ഇവരൊക്കെ മാനേജ് ചെയ്ത ഫണ്ട് എത്രത്തോളം റിട്ടേൺസ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇവർക്ക് റിട്ടേൺസ് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പോയി സ്റ്റഡി ചെയ്യാവുന്നതാണ്. ഞാൻ പേഴ്സണലി പോയി നോക്കിയില്ല. കാരണം ഞാൻ കറൻ്റ്ലി ഈ ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നില്ല. ഇത് മോശമായതുകൊണ്ടോ ഒന്നുമല്ല, എനിക്ക് കറൻ്റ്ലി ഈ ഒരു ഫണ്ടിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരെ പറ്റി കൂടുതലൊന്ന് ഇവരുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ സ്റ്റഡി ചെയ്യുന്നത് നല്ലതായിരിക്കും. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ ആണ്. ഇത് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ എക്സ്പെൻസ് റേഷ്യോ ആസ് ഓഫ് നൗ 0.5% ആണ്. ഇനി മനസ്സിലാക്കേണ്ട കാര്യം എക്സ്പെൻസ് റേഷ്യോ ഒരിക്കലും ഫിക്സ്ഡ് അല്ല.
അത് മാറിക്കൊണ്ടിരിക്കുക. നാളെ വേണമെങ്കിൽ ഇവർക്ക് 0.5 മാറ്റി 0.6 0.7 ഒക്കെ ആക്കാവുന്നതാണ്. പക്ഷേ കറൻ്റ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ 0.5% ആണ്. പിന്നെ ഇവർ തന്നെ പറയുന്നുണ്ട് ഇവരുടെ ലോ കോസ്റ്റ് മോഡലാണ്, അപ്പം കോസ്റ്റ് ഇവർ കൂട്ടാൻ ചാൻസ് ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു കോസ്റ്റ് മേ ബി ഒരു 0.5-ൻ്റെയും 0.4-ൻ്റെ ഇടയിൽ കിടന്ന് ഓസിലേറ്റ് ചെയ്യാനാണ് ചാൻസ് ഉള്ളത്. മാത്രമല്ല ഈ ഒരു ഫ്ലെക്സി ക്യാപ് ഫണ്ട് നമ്മൾ നോക്കുന്ന ഫണ്ട് ഇപ്പം മാനേജ് ചെയ്യുന്ന ഈ 2 പേരാണെന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 പേരുടെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രൊഫൈലും കാര്യങ്ങളൊക്കെ പോയി നോക്കാം, അവരുടെ എക്സ്പീരിയൻസ് കാര്യങ്ങൾ നോക്കാം. പക്ഷേ ഇതും ഫിക്സ്ഡ് ആയിട്ടുള്ള കാര്യമല്ല. മേ ബി നെക്സ്റ്റ് ഇയർ ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ചാൻസ് ഉണ്ട്. പക്ഷേ കറൻ്റ് ഈ 2 ആൾക്കാരാണ് ഈ ഒരു ഫണ്ട് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാരണമാണ് ജിയോ ബ്ലാക്ക് റോക്ക് ഫ്ലെക്സി ക്യാപ് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഡീറ്റെയിൽസ്. ഇതെല്ലാം ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ് എടുത്ത കാര്യമാണ്. പിന്നെ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇവരുടെ ഇൻ്റർവ്യൂസിനാണ്. ഈ ഫണ്ട് മാനേജറിൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ചീഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫീസറിൻ്റെ ആയിക്കോട്ടെ അവരുടെയൊക്കെ ഓൺലൈൻ ഇൻ്റർവ്യൂസിന് എടുത്ത കാര്യങ്ങളാണ് ഞാൻ എക്സ്ട്രാ ആയിട്ട് പറഞ്ഞത്. ഇനി ലാസ്റ്റ് ചോദ്യം വരുന്നത് ഈ ഒരു ഫണ്ടിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ള കാര്യമാണ്. ഒബ്വിയസ്ലി ഞാൻ അതിൻ്റെ ഉത്തരം പറയാൻ പോകുന്നില്ല, അത് നിങ്ങൾ എടുക്കേണ്ട തീരുമാനമാണ്. പക്ഷേ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ഫണ്ട് ഭയങ്കര റിട്ടേൺസ് ബെഞ്ച് മാർക്കിനെ വെച്ച് നോക്കുമ്പോൾ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ പ്രതീക്ഷ വലുതായിട്ട് നിങ്ങൾ വെക്കണ്ട. കാരണം ഇവർ തന്നെ പറയുന്നുണ്ട് ബെഞ്ച് മാർക്ക് അവെയർ ആയിട്ടുള്ള ഇൻഡെക്സ് ആണ്. അപ്പോൾ ബെഞ്ച് മാർക്കിനെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഡിഫറൻസുകളൊന്നും ഇവരുടെ പോർട്ട്ഫോളിയോ ഉണ്ടാക്കാൻ പോകുന്നില്ല. അപ്പം ബെഞ്ച് മാർക്ക് 20% ഉണ്ടാക്കിയാൽ ഒരു 22% ഒക്കെ നിങ്ങൾ മാക്സിമം എക്സ്പെക്ട് ചെയ്താൽ മതി. അത് തന്നെ കിട്ടിയാൽ ഭാഗ്യം എന്ന് വിചാരിച്ചാൽ മതി. അതിൽ കൂടുതൽ റിട്ടേൺസ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഇല്ല. അതേസമയം ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റിസ്ക്കും ബെഞ്ച് മാർക്കിൻ്റെ പോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ബെഞ്ച് മാർക്ക് എത്രത്തോളം താഴേക്ക് പോകുന്നു ഓൾമോസ്റ്റ് അത്ര തന്നെയൊക്കെ ആയിരിക്കും താഴേക്ക് പോകുക. മേ ബി കുറച്ചും കൂടി ഒരു റിസ്ക് പ്രൊട്ടക്ഷൻ ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഭയങ്കര ഒരു റിട്ടേൺസ് തരുമെന്ന് വിചാരിച്ചിട്ട് സ്മോൾ ക്യാപ് ഫണ്ട്സിനെ പോലെയോ മിഡ് ക്യാപ് ഫണ്ട്സിനെ പോലെയോ ഭയങ്കര റിട്ടേൺസ് തരുന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടെ ഈ ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ കാര്യമില്ല. രണ്ടാമത്തെ എക്സ്പെൻസ് റേഷ്യോ നമ്മൾ നോക്കുകയാണെങ്കിൽ മിക്ക ഫ്ലെക്സി ക്യാപ് ഫണ്ട്സിൻ്റെ എക്സ്പെൻസ് റേഷ്യോ നല്ല ഫ്ലെക്സി ക്യാപ് ഫണ്ട്സിൻ്റെ 0.6 മുതൽ 0.9 വരെയൊക്കെയാണുള്ളത്. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവരുടെ കോസ്റ്റ് കറൻ്റ്ലി കുറവാണ്. പക്ഷേ ഈ കോസ്റ്റ് എപ്പോഴും ഇതും മെയിൻറ്റെയിൻ ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. നാളെ വേണമെങ്കിൽ തിയററ്റിക്കലി ഇവർക്ക് എന്ത് ചെയ്യാം 8.8-ലേക്കോ 0.9-ലേക്കോ 1%-ലേക്ക് കൂട്ടാം. പക്ഷേ അതിലുള്ള ചാൻസ് നമ്മൾ തൽക്കാലം നോക്കുമ്പോൾ കാണുന്നില്ല. അപ്പോൾ എക്സ്പെൻസ് റേഷ്യോ കുറവാണെന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കും. പിന്നെ ഒരു ഒബ്വിയസ് ആയിട്ടുള്ള കാര്യം ഈ ഫണ്ടിന് ഒരു ദിവസത്തെ പോലും ഒരു ട്രാക്ക് റെക്കോർഡില്ല. അപ്പോൾ ആക്ച്വലി എങ്ങനെയാണ് പെർഫോം ചെയ്യുക എന്നുള്ള കാര്യത്തിൻ്റെ ഒരു ഐഡിയ നമുക്കില്ല. അപ്പോൾ ബാക്ക് ടെസ്റ്റ് അടിപൊളിയാണ്, പക്ഷേ ആക്ച്വൽ റിയൽ ലൈഫിൽ ഇതൊക്കെ വർക്ക് ചെയ്യുന്നുള്ള കാര്യം നമുക്കറിയില്ല. നമ്മൾ കണ്ട് തന്നെ നോക്കേണ്ടി വരും. മാത്രമല്ല ഈ ഫണ്ട് മാനേജേഴ്സും ഭയങ്കര സ്റ്റാർ ഫണ്ട് മാനേജേഴ്സൊന്നും അല്ല. പുതിയതായി വന്ന കുറച്ച് ആൾക്കാരാണ്, എക്സ്പീരിയൻസ് ഉണ്ട്, പക്ഷേ അങ്ങനത്തെ ഭയങ്കര സ്റ്റാർ ആയിട്ടുള്ള ആൾക്കാരൊന്നുമല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയൊരു ഡിസഡ്വാൻറ്റേജും ഉണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ റെക്കമെൻഡേഷൻ ഇസ് നിങ്ങൾ ചെറിയൊരു ശതമാനം നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലെ ഒരു 5% ഒക്കെ മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുക. ഇതിന് അടുത്തൊരു 1 ഇയറിലും 2 ഇയറിലും 3 ഇയറിലൊക്കെ ഈ ഒരു ഫണ്ട് ഇവർ പറഞ്ഞ പോലെ തന്നെ ബെഞ്ച് മാർക്കിനൊക്കെ ബീറ്റ് ആക്ച്വലി ചെയ്യുന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൂട്ടാവുന്നതാണ്. ആ ഒരു രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഫണ്ടിൽ മിസ് ഔട്ട് ചെയ്യുന്ന ആ ഫോമോ ഫീൽ ചെയ്യില്ല. എന്നാൽ നിങ്ങൾ ഭയങ്കര ഒരു മണ്ടത്തരം കാണിക്കുന്ന പോലും ഉണ്ടാവില്ല. അപ്പോൾ ഇതൊരു റെക്കമെൻഡേഷൻ അല്ല, ജസ്റ്റ് ഒരു ഐഡിയ മാത്രം പറഞ്ഞു തന്നുള്ളൂ. നിങ്ങൾ സ്വന്തമായിട്ട് റിസർച്ചും കൂടെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാം. പക്ഷേ തീർച്ചയായും നിങ്ങളുടെ ഒപ്പീനിയൻ, ഈ ഒരു ഫണ്ടിനെ പറ്റി നിങ്ങളുടെ ഒപ്പീനിയൻ, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമോ ഇനി ചെയ്യാതിരിക്കുമോ, അല്ലെങ്കിൽ നല്ലൊരു ഫണ്ടാണോ മോശം ഫണ്ടാണോ എന്നുള്ള ഒപ്പീനിയൻ കമന്റ് ബോക്സിൽ തീർച്ചയായും കമന്റ് ചെയ്യുക. ഇതുപോലത്തെ വേറെ ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ടിന്റെ അനാലിസിസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും ആ മ്യൂച്വൽ ഫണ്ടിന്റെ പേരും കൂടി നിങ്ങൾ കൊടുക്കുക. തീർച്ചയായിട്ടും നമ്മൾ കൺസിഡർ ചെയ്യുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.